സുപ്രീം കോടതിയെ രാഷ്ട്രീയ നാടകങ്ങൾക്കുള്ള വേദിയാക്കരുതെന്ന രൂക്ഷ വിമർശനവുമായി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. അസം മുഖ്യമന്ത്രി മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിച്ചെന്ന ഹർജി സുപ്രീം കോടതി തള്ളിക്കൊണ്ടായിരുന്നു കോടതിയുടെ പരാമർശം. തെരഞ്ഞെടുപ്പ് അടുത്താൽ ഇത്തരം ഹർജികൾ വരുന്നത് ദൗർഭാഗ്യകരമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയെന്നും ഭരണഘടനാ വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്നും ആരോപിച്ച് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളുക മാത്രമല്ല, ഹർജിക്കാരനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. കോടതിയെ രാഷ്ട്രീയ നാടകങ്ങൾക്കുള്ള വേദിയാക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പെടുത്താൽ ഇത്തരം കേസുകൾ വരുന്നു. എല്ലാ കക്ഷികളും സ്വയം നിയന്ത്രണം പാലിക്കണം. ഭരണഘടനാ ധാർമ്മികത അനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതികൾക്ക് പൂർണ്ണ അധികാരമുണ്ട്. ഹൈക്കോടതിയുടെ അധികാരപരിധിയെ കുറച്ചു കാണരുതെന്നും ഹൈക്കോടതിയിൽ ഹർജി നൽകാതെ സുപ്രീം കോടതിയെ സമീപിച്ച ഹർജിക്കാരനോട് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. അനധികൃത കുടിയേറ്റം സംബന്ധിച്ച് അസം മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ മുസ്ലിം വിരുദ്ധമാണെന്നും സമൂഹ മാധ്യമങ്ങളിൽ വന്ന ഒരു വീഡിയോ മുസ്ലിം വംശഹത്യക്കുള്ള ആഹ്വാനമാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു സുപ്രീം കോടതിയിൽ ഹർജി എത്തിയത്. ജനം, ഡൽഹി.